ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചേർത്ത് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ഇതിൽ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് പൊന്തി കിട്ടുമ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും. അത്രയേ ഉള്ളൂ അതിലൊരു വ്യത്യാസം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല കട്ടിയിലുള്ള ഒരു ബാറ്ററാണ് നമ്മൾ ഇതിനായിട്ട് തയ്യാറാക്കുന്നത്. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ വേണം തയ്യാറാക്കാനായിട്ട്. ബാറ്റർ നന്നായി തിക്കായിട്ട് ഇരുന്നാലേ മുട്ടയിൽ ഇത് നല്ലപോലെ കവർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബാറ്റർ ലൂസായി പോയി കഴിഞ്ഞാൽ ഇത് മുട്ടയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുട്ട പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ വേണം തയ്യാറാക്കാൻ. ഇപ്പോൾ ബജ്ജിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ബജ്ജിയിലേക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചമ്മന്തി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് പുളി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിക്ക് പകരം നാരങ്ങ നീര് ചേർത്താലും മതി. പിന്നെ ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ബജ്ജി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 4 പുഴുങ്ങിയ മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഓരോന്നും 2 കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് മുട്ട എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഇതിൻ്റെ മേലെ ഒന്ന് സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ചമ്മന്തി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ രീതിയിൽ നമുക്ക് എല്ലാ മുട്ടകളും ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ട് എടുക്കാം. ഫില്ലിങ് മുട്ടയുടെ മേലെ നിന്ന് ഇളകി പോകുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട. അത് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ അങ്ങനെ ജോയിൻ്റ് ആയിട്ട് തന്നെ നിന്നോളൂ. അപ്പോൾ നമുക്ക് എല്ലാ മുട്ടകളിലും ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇങ്ങനെ ചമ്മന്തി ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബജ്ജി ആയതുകൊണ്ട് ഈ ബജ്ജിയുടെ സൈഡായിട്ട് കഴിക്കാൻ നമ്മൾ വേറെ ചമ്മന്തിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ എല്ലാ മുട്ടകളും ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസുകൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇളകി പോകാത്ത രീതിയിൽ ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഈ ബാറ്ററി കുറേശ്ശെ എടുത്തിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഈ ബാറ്ററി കവറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഫില്ലിംഗ് ഒന്നും ഇളകി പോവുകയില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ബാറ്റർ കൊണ്ട് ഈ മുട്ട പീസുകളൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കാം. ഇനി ഓരോ പീസ് മുട്ട ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പീസ് മുട്ടായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മുട്ട പീസുകളൊക്കെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോവരുതല്ലോ. പിന്നെ നമ്മൾ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഈ കുറേശ്ശെ എണ്ണ എടുത്തിട്ട് ഈ മുട്ടകളുടെ മേലെ കൂടെ അങ്ങനെ ഒന്നിങ്ങനെ തൂവി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയുടെ മേലത്തെ മാവ് ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ അതിൻ്റെ മാവ് ഇളകി പോവില്ല. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലത്തെ മാവ് അങ്ങ് ഇളകി പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായിട്ട് വരും. ഇനി ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ വശം കൂടി കുക്കായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ രണ്ട് ഭാഗവും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള മുട്ടകൾ കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.